അതുപോലെ മറ്റൊരു ശ്രദ്ധിച്ചൊരു കാര്യം വീട്ടിലേക്ക് വന്നപ്പോൾ ആ ഒരു ചെറിയ ബാൽക്കണി ആ ഒരു ഏരിയ യൂട്ടിലൈസ് ചെയ്ത ഒരു ചെറിയ ഗാർഡൻ വളരെ സിമ്പിളായിട്ടൊരു ഗാർഡൻ ചെയ്തിട്ടുണ്ട്. ചേച്ചിയാണോ ശരിക്കും ഗാർഡൻ സെറ്റ് ചെയ്തത്? അതെ, എനിക്ക് ചെടിയോട് വളരെ താല്പര്യമാണ്. പിന്നെ നമുക്ക് വീട്ടിലുള്ള പോലെ അധികം ചെടികളൊന്നും നടാൻ നമുക്ക് പറ്റുകയില്ലല്ലോ. പിന്നെ ഉള്ള സൗകര്യത്തിൽ നമുക്കൊരു ഗ്രീനിഷ് കളർ എപ്പോഴും കാണാനായിട്ട് നമ്മളുള്ള സൗകര്യത്തിൽ എല്ലാം അറേഞ്ച് ചെയ്തെന്ന്. കോൺക്രീറ്റ് സ്ട്രക്ചറിനകത്ത് നമുക്ക് കുറച്ച് ഗ്രീനറി കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു നല്ല സുഖമുള്ള കണ്ണിന് നല്ല കുളിർമയുണ്ടാകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ആ ഡൈനിങ് റൂമിൻ്റെ കർട്ടൻസ് മാറ്റിയിട്ടാലോ ഈ സിറ്റിംഗ് റൂമിൻ്റെ കർട്ടൻസ് മാറ്റിയിട്ടാലോ നമുക്ക് ഇത് കാണാൻ പറ്റും. അതിൽ പൂക്കളോ ഡിഫറെൻറ്റ് കളേഴ്സുള്ള റെഡ്, ഓറഞ്ച്, വൈറ്റ് കളേഴ്സ്. അപ്പോൾ ആ ഇലയും എല്ലാം കൂടെ കാണുമ്പോൾ നമുക്ക് വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടിയാണ് അത് മെയിനായിട്ടും അവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഉള്ള സ്ഥലത്തേ നമുക്ക് പറ്റുള്ളൂ, കാരണം ചെറിയ ബാൽക്കണിയെ കിട്ടുള്ളൂ. സാർ ഇപ്പോൾ ഈ ഫ്ലാറ്റിനെ കുറിച്ച് ഓരോ കാര്യങ്ങളും ഇപ്പോൾ അതിൻ്റെ പ്രൈവസി അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു. അപ്പം ഈ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഇനി പുതുതായിട്ട് ഫ്ലാറ്റ് വാങ്ങുന്നവർക്കായിട്ട് എന്തൊക്കെ ടിപ്സാണ് പറയാനുള്ളത്? എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു വ്യൂ ഓഫ് പോയിന്റിലാണ് ഞാൻ പറയുന്നത്. മെയിനായിട്ട് ഈ പറയുന്ന ബെഡ്റൂംസിനും കിച്ചണും പ്രൈവസി വേണം. കാരണം നമുക്ക് ഇപ്പോൾ ലിവിങ് റൂമിലൊക്കെ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഇൻമേറ്റ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകാനായിട്ട് വളരെ ഈസി ആയിട്ട് പോകാൻ പറ്റണം. അപ്പോൾ ആ ഒരു പ്രൈവസി അവർക്ക് എന്തായാലും കൊടുക്കണം. അതുപോലെ ബെഡ്റൂംസൊക്കെ ആ രീതിയിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് അത് പ്ലാനിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഫ്ലാറ്റ് സെലക്ട് ചെയ്യുമ്പോൾ എല്ലാവരും പോകുന്നത് സാധാരണ എന്താണ്, ഒരു ഹോൾ എന്നൊരു കൺസെപ്റ്റിലേക്ക്, അതായത് സിറ്റിംഗ്, ലിവിങ് കം ഡൈനിങ്. ഇവിടെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ബിൽഡർ. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഈവൻ ഡൈനിങ് റൂമിൽ വരെ ഒരു പ്രൈവസി ഉണ്ട്. കാരണം ലിവിങ്ങിൽ ഇവിടെ ഇപ്പോൾ ഒരു പാർട്ടീഷൻ കൊടുക്കാമെങ്കിലും അല്ലെങ്കിൽ ഒരു കർട്ടനോ വല്ലതും കൊടുക്കാമെങ്കിൽ ഈ ഡൈനിങ് റൂമിനും ലിവിങ് റൂമിനും സെപ്പറേറ്റ് പ്രൈവസിയാണ്. അവിടെ ഒരാളിരുന്നാൽ മറ്റൊരു മുറിയിലിരിക്കുന്ന ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഒരു ഹോളായി കഴിയുമ്പോൾ നമ്മുടെ ഗസ്റ്റ് റൂമിൽ ഒരാൾ വന്ന് ഇരിക്കുമ്പോൾ ഒരാൾക്ക് ഡൈനിങ് റൂമിൽ വന്നിരിക്കാൻ ഒരു പ്രയാസമില്ല നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പ്രോബ്ലം. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് നോക്കണം. നമ്മൾ ഏത് പ്ലാൻ എടുത്താലും ഇതൊക്കെ എങ്ങനെയാണ് ആ ഡിസൈൻ വന്നിരിക്കുന്നത് എല്ലാം നമ്മൾ നോക്കണം. പിന്നെ നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിനെ പറ്റി പറഞ്ഞാൽ ഡിപ്പെൻസ്. കാരണം ചിലരുടെ പോയിൻ്റ് ഓഫ് വ്യൂ വ്യത്യാസമാണ്. അപ്പോൾ അവർക്ക് ഒത്തിരി റൂമിലിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു മാനസികാവസ്ഥ കാണും. അതനുസരിച്ച് ചിലർ ചെയ്യും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഇതൊരു ലൈഫ് സ്പാനിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീടെന്തായാലും നമുക്ക് പൊളിച്ച് കളയാൻ പറ്റില്ല. അപ്പം നമുക്ക് അത് കാണാൻ ഇച്ചിരി ഒരു രസം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ചിലപ്പം കുറച്ച് വേറെ ഡിസൈൻ അകത്ത് ചെയ്തിരിക്കുന്ന കബോർഡ്സിനായാലും അതിൻ്റെ പെയിൻറ്റിങ്സിനായാലും ഒക്കെ വ്യത്യാസം വരുത്തുമ്പോൾ നമുക്ക് ഇച്ചിരി ഒരു പുതുമ തോന്നും. അപ്പോൾ ആദ്യം നമ്മൾ കൊണ്ട് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതെല്ലാം എന്തായാലും മാറ്റുമ്പോൾ അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാമെങ്കിൽ കുറച്ച് മണി നമുക്ക് സേവ് ചെയ്യാം. പിന്നെ നമുക്ക് കൂടുതൽ സ്പേസ് നമ്മുടെ റൂമിലെല്ലാം ഉണ്ടായിരിക്കും. ഈ ഫ്ലാറ്റിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ ഫ്ലാറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ഇൻറ്റീരിയറിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചു. ചേട്ടനും ഫാമിലിക്കും വളരെയധികം നന്ദി. ഇതൊരു 100% ഇതൊരു UPVC മെറ്റീരിയലാണ്. UPVC എന്ന് പറയുമ്പോൾ ഇതൊരു അൺപ്ലാസ്റ്റിസൈസ്ഡ് പോളിവിനൈൽ ക്ലോറൈഡ് മെറ്റീരിയൽ.